അങ്കലാപ്പിൽ തന്നെയാണ് മുന്നണികൾ. ഞാൻ വരാം ദീപക്. ഇപ്പോൾ EP ജയരാജൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കയറാൻ പോവുകയാണ്. വന്ദേ ഭാരത് പിടിക്കാനുള്ള ഓട്ടമാണ്. പാലക്കാട്ടേക്ക് EP ജയരാജൻ യാത്ര തിരിച്ചിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. EP പക്ഷേ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല മാധ്യമങ്ങളോട്. EP പാലക്കാട് PSNന്റെ പ്രചരണ യോഗത്തിൽ പങ്കെടുക്കാനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറും. അദ്ദേഹം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് പുറത്തുള്ള എലിവേറ്ററിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രതികരണവും EP ജയരാജൻ നടത്തിയിട്ടില്ല. മൗനം പാലിച്ചാണ് യാത്ര. വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ അല്പസമയത്തുള്ള വന്ദേ ഭാരത് അവിടെ എത്തും. കണ്ണൂരിൽ നിന്ന് ഷൊർണൂരിലെത്തി ഷൊർണൂരിൽ നിന്ന് പോവുക പാലക്കാട്ടേക്ക് കാറ് മാർഗമായിരിക്കും അദ്ദേഹം എത്തുക. വൈകുന്നേരം 5 മണിക്കാണ് EP ജയരാജൻ പാലക്കാട് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന സ്റ്റേജിൽ എത്തുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ വീണ്ടും റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. EP ജയരാജൻ പാലക്കാട്ടേക്ക് പോവുകയാണ്. സൗമ്യനായി ചിരിച്ചുകൊണ്ട് EP ജയരാജൻ പാലക്കാട്ടേക്ക് പോകുന്നു. മറുകണ്ഠം ചാടൽ, അവസരവാദി എന്നൊക്കെ PSNനെ വിശേഷിപ്പിച്ചിരുന്നു എന്നതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DC ബുക്സ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പഴയ പോസ്റ്റ് പിൻവലിച്ചിട്ടില്ല. പക്ഷേ പ്രകാശനം മാറ്റിവെച്ചിട്ടേ ഉള്ളൂ എന്നാണ് DC ബുക്സ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ EP ജയരാജൻ പാലക്കാട്ടേക്ക് പോവുകയാണ്. ഇനി പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. EP ജയരാജൻ എന്തായിരിക്കും ഇനി PSNനെ കുറിച്ച് പറയുക? മിടുക്കനായ സ്ഥാനാർത്ഥിയാണ്, നല്ല കഴിവുള്ള സ്ഥാനാർത്ഥിയാണ് എന്നായിരിക്കും EP ജയരാജൻ പറയുക. പക്ഷേ ഇന്നലെ EP ജയരാജൻ പറഞ്ഞതായി പുറത്തു വന്ന ആത്മകഥയുടെ ഭാഗങ്ങളിൽ ഉള്ളടക്കത്തിൽ PSNനെ കുറിച്ച് അവസരവാദി എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നു. അത് താൻ എഴുതിയതല്ല എന്ന് EP ജയരാജൻ പറഞ്ഞത് തൽക്കാലം വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകാതെ കാത്തുവെങ്കിലും EP ജയരാജൻ ഇന്ന് പ്രസംഗിക്കുന്നത് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് EP ജയരാജൻ പാലക്കാട് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ വേദിയിൽ PSNന് വേണ്ടിയുള്ള പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കുക. രാവിലെ തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ പോകാൻ EP ജയരാജൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു പ്രതികരണവും EP ജയരാജൻ നടത്തിയിട്ടില്ല. മാധ്യമങ്ങൾക്കെതിരെ ഇന്നെന്തായാലും EP ജയരാജൻ ആഞ്ഞടിക്കുമെന്നത് ഉറപ്പാണ്. വലതുപക്ഷ മാധ്യമങ്ങൾ പാർട്ടിയെയും തന്നെയും നിരന്തരം വേട്ടയാടുന്നു, തൻ്റെ രക്തം കുടിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് EP ജയരാജൻ തൻ്റേത് ആയി പുറത്തു വന്നു എന്ന് പറയപ്പെടുന്ന ആത്മകഥയിലെ ഉള്ളടക്കത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ അന്തിമ അനുമതി അദ്ദേഹം നൽകിയിട്ടില്ല ആർക്ക് പ്രസിദ്ധീകരിക്കാനും. EP ജയരാജൻ വന്ദേ ഭാരത് എക്സ്പ്രസ്സിലെ കയറാൻ വേണ്ടി പ്ലാറ്റ്ഫോമിൽ കമ്പാർട്ട്മെൻറ്റിൽ ബോഗിയുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ വന്ദേ ഭാരത് കണ്ണൂരിലെത്തും. EP ജയരാജൻ കണ്ണൂരിൽ നിന്നും പാലക്കാട്ടേക്ക് വരും. പാലക്കാട്ട് ഇന്ന് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് EP ജയരാജൻ വൈകുന്നേരം 5 മണിക്ക് PSNന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പങ്കെടുക്കുക. ചടങ്ങ് LDFന്റെ പരിപാടിയാക്കി മാറ്റാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ CPMന്റെയും CPIയുടെയും നേതാക്കൾ ആ ചടങ്ങിൽ പങ്കെടുക്കും. EP ജയരാജൻ പ്രതികരിക്കാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിലും നമ്മളൊരു ശ്രമം നടത്തുകയാണ്. എന്തെങ്കിലും പ്രതികരണം നടത്തുമോ EP ജയരാജൻ? ഇന്നലെ നമ്മളോട് EP ജയരാജൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. റിപ്പോർട്ടർ TV-യിലൂടെയാണ് EP ജയരാജൻ അത് പൂർണ്ണമായും നിഷേധിക്കുകയും വക്കീൽ നോട്ടീസ് അയക്കാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുകയും ചെയ്തത്. ഇപ്പോൾ EP ജയരാജൻ നേരെ പാലക്കാട്ടേക്ക് പോകാൻ വേണ്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് EP ജയരാജൻ്റെ യാത്ര. തീവണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വന്ദേ ഭാരത് അല്ല, മറ്റൊരു ട്രെയിനാണ്. അപ്പോൾ നമുക്ക് EP ജയരാജൻ പ്രതികരിക്കുകയാണെങ്കിൽ തത്സമയം ആ ദൃശ്യങ്ങളിലേക്ക് വരാം. നമുക്കിപ്പോൾ വയനാട്ടിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. മറ്റൊരു ട്രെയിൻ അവിടെ വന്നു. ഇനി ആ ട്രെയിൻ പോയതിനു ശേഷമായിരിക്കും വന്ദേ ഭാരത് വരിക. നമുക്ക് മറ്റു വാർത്തയിൽ പോയതിനു ശേഷം EP ജയരാജൻ പ്രതികരിക്കുകയാണെങ്കിൽ ആ പ്രതികരണത്തിലേക്ക് വരാം. എന്തായാലും EP ജയരാജൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഘട്ടത്തിൽ. Central, Thiruvananthapuram Central, Vande Bharat Express will arrive shortly
വന്ദേ ഭാരത് എക്സ്പ്രസ് ഉടൻ എത്തും എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇ പി ജയരാജൻ പാലക്കാട്ടേക്കുള്ള യാത്രയിലാണ്. കണ്ണൂരിൽ നിന്നും ഷൊർണൂരിലെത്തി അവിടെ നിന്നും കാർമാർഗം പാലക്കാട്ടേക്ക് എത്തി. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 5 മണിക്ക് ഇ പി ജയരാജൻ പീസ് അതിനു വേണ്ടിയുള്ള പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കും.